പിന്നെ ഗുരുതര സ്വഭാവമുള്ള ചില കേസുകളുണ്ടാകും. അത്തരം കേസുകൾ, അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടതുമായ കേസുകൾ മാത്രമേ തുടരുന്ന നിലയുള്ളൂ. ഈ പിൻവലിക്കാൻ പറ്റുന്ന കേസുകൾ ഇനി പറഞ്ഞ പട്ടികയിലുള്ളത് അപേക്ഷ നൽകുന്ന മുറക്ക് അത് പിൻവലിച്ചു പോകുന്നതാണ്. പല ജനങ്ങൾക്ക് എതിരായ കാര്യങ്ങളും ഭരണാധികാരികൾ എങ്ങനെയും നടപ്പാക്കുക എന്ന വാശി പിടിക്കാറുണ്ടല്ലോ. അത്തരം നടപടികളെ ആകെ വളരെ ഫലപ്രദമായി ചെറുത്ത പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിനുള്ളത്. അവിടെയെല്ലാം ജനങ്ങൾ വിജയിച്ചു വരുന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് വാശി പിടിക്കുന്നു, സംഘപരിവാറിൻ്റെ നിലപാട് വെച്ച് വാശി പിടിക്കുന്നു. ആ സംഘപരിവാറിൻ്റെ നിലപാട് മാത്രമേ വിജയിക്കൂ, നിങ്ങളിതിനെതിരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉപദേശിച്ചാൽ ആ ഉപദേശം സൽക്കാരം സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, ജനങ്ങൾ ജനങ്ങളുടേതായ മാർഗങ്ങളും സ്വീകരിക്കും. അത് നിങ്ങളെല്ലാവരും കാണുന്ന പോലെ തന്നെ. ഇനി എത്ര ആൾ പോകാനുണ്ട് എന്ന് ആർക്കറിയാം. ഇന്ന് കാണുന്ന ആളെ നാളെ അവിടെ കാണുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം. അതാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത്. അത് നല്ല വർത്തമാനം തന്നെയാണ്. ഈ പത്മജ പോയ കാര്യത്തിൽ അദ്ദേഹം എൻ്റെ പേരും കൂടി പരാമർശിച്ച് പ്രസ്താവന ഇറക്കിയത് കാണുകയുണ്ടായി. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലെത്തിയ നേതാക്കന്മാരുടെ എണ്ണം നോക്കിയാൽ മതി, അവരെല്ലാം എങ്ങനെയാണ് പോകാനിടയായത്. ആകെ 12 രാജ്യത്തെ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ ബി ജെ പിക്കകത്തുള്ളത്. പണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നവർ, സംസ്ഥാന അധ്യക്ഷന്മാർ, അതോടൊപ്പം AICCയുടെ പ്രധാനികൾ, എത്രയെത്ര പേര്. എന്തെല്ലാം തരത്തിലുള്ള ലജ്ജാകരമായ നീക്കങ്ങളാണ് ഈ കോൺഗ്രസ് നേതൃതലത്തിലുള്ളവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിങ്ങനെ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ന്യായീകരണമായിട്ട് അത് മറ്റാരുടെയെങ്കിലും പേര് പറഞ്ഞ് അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് ഏതെങ്കിലും തരത്തിൽ അത് മുഖവിലക്കെടുക്കാൻ ആരെങ്കിലും തയ്യാറാകും? അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നൊരു ഒരു പരിതാപകരമായ ഒരു മനോഭാവമല്ലേ അദ്ദേഹത്തിൻ്റെ അനുയായികൾ നടക്കം ഉണ്ടാവുക എന്നത് ചിന്തിക്കേണ്ടതാണ്. ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയതിന്റെ പേരിൽ താങ്കളുടെ മകളുടെ കമ്പനിയുടെ പേരിൽ SFIയുടെ അന്വേഷണം നടക്കുക. ഈ കാലഘട്ടത്തിലൊന്നും CM വാർത്താ സമ്മേളനം നടത്താത്തതുകൊണ്ടാണ് നമുക്കത് ചോദിക്കാൻ പറ്റാതിരുന്നത്. എന്താണ് CMന് അതിൽ പറയാനുള്ളത്? അല്ല, അന്വേഷണം നടക്കട്ടെ, വരട്ടെ വിവരങ്ങൾ, നേരം കിട്ടുമല്ലോ വിവരങ്ങൾ. കേട്ടാ, അങ്ങനെ മാസപ്പടി വാങ്ങിയതല്ലേ? ഞാൻ പറഞ്ഞില്ലേ, അന്വേഷണം നടക്കട്ടെ, വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. കേട്ടില്ലേ? നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന കരാറുണ്ടോ? ആ ശരി, എന്നാൽ അത് മതി, അത് മതി. അത് വരട്ടെ, അന്നേരം പറയാം. ഇപ്പം എനിക്കിതാണ് പറയാനുള്ളത്. ഓ, അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്നാണല്ലോ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത്. അത് ഞാൻ പറയാം. അവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും
മുസ്ലിം ആയതിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് ഈ സംഭവം പറഞ്ഞു ഈരാറ്റുപേട്ട ഇങ്ങനെയാണ്, മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്ത് നടക്കുകയാണ്. അതായത് മുസ്ലിം ചെറുപ്പക്കാരെ തേടിപ്പിടിച്ച് കേസിൽപ്പെടുത്തുന്നൊരു നില ചില പ്രദേശങ്ങളിൽ, രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിലുണ്ട് എന്നുള്ളത് പൊതുവെ ആക്ഷേപമുള്ളതാണ്. ആ കാര്യം കേരളത്തിൽ നടക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഞാനവിടെ ഇരിക്കുകയാണ്. ഞാനതിന് മറുപടി പറയണ്ടേ? അത് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. ഞാനെന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഈ പോലീസ് എടുക്കുന്ന കേസ്, ആ കേസിൻ്റെ രീതി എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് അന്വേഷിച്ച് വേണം ഉത്തരവാദപ്പെട്ട ഒരാൾ ഇതുപോലൊരു വേദിയിൽ സംസാരിക്കുന്നത്. ഈ കാര്യത്തിൽ അവിടെ പോയ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരും മുസ്ലിം ചെറുപ്പക്കാരാണ്. അതുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാർ ആ കേസിൽപ്പെട്ടത്. ഈ പറഞ്ഞ ആളെ പേര് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഉത്തരവാദപ്പെട്ട ഒരാൾ ഇത്തരമൊരു പ്രസ്താവന ഇവിടെ പറയാൻ പാടുണ്ടായിരുന്നു. തെറ്റായൊരു ചിത്രമല്ലേ വരച്ചു കാട്ടാൻ നോക്കുന്നത്? അത് ശരിയായില്ല എന്നും ഞാൻ പറഞ്ഞു. അതിലെന്താ? ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ലേ അത്? അതാണ് വസ്തുത. അത് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രാജ്യസഭാ അംഗത്വം നഷ്ടപ്പെടില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ അദ്ദേഹം സ്വീകരിച്ച നിലപാട് അത് വിവേചനപൂർണ്ണമായോ എന്നാണ് അദ്ദേഹം നോക്കേണ്ടത്, വിവേകപൂർണ്ണമായോ എന്നാണ് നോക്കേണ്ടത്. കാരണം അഥവാ അദ്ദേഹം ജയിച്ചു പോയി എന്ന് വിചാരിക്കുക, ജയിച്ചു പോയാൽ അതിൻ്റെ ഗുണം ആർക്കാണ് കിട്ടുന്നത്? BJPക്കാണ്. കാരണം ആ നിയമസഭയിൽ ഈ ഒരു സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് വരിക. നമ്മൾ 2-3 സീറ്റുകളിലേക്ക് ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ച് ഒരു സീറ്റൊക്കെ ജയിപ്പിക്കാൻ ചിലപ്പോൾ കോൺഗ്രസ്സിന് അവിടെ കഴിഞ്ഞേക്കുമായിരിക്കും. ഇതൊരു സീറ്റ് മാത്രമേ വരിക. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചു പോവുക. അപ്പോൾ BJPക്ക് അതിൻ്റെ ഗുണം കിട്ടാനാണ് പോവുക, കിട്ടാനാണ് ഇട. ഇതാണ് അദ്ദേഹം ജയിച്ചു പോയാലുണ്ടാവുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നോ? പക്ഷേ അദ്ദേഹത്തിന് ഒരാശങ്കയും വേണ്ട. ജനങ്ങൾ അതിനനുസരിച്ച് തന്നെ നിലപാടെടുക്കും. അദ്ദേഹത്തിന് ആ രാജ്യസഭാ സ്ഥാനത്ത് തന്നെ ആ കാലാവധി വരെ ഇരിക്കാൻ പറ്റുന്ന നിലയുണ്ടാവും. കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ LDFും BJPയും തമ്മിലാണ് മത്സരം. BJP രണ്ടാമതാണ് ആവുന്ന രീതിയിൽ LDF തമ്മിലുള്ള പരാമർശം അങ്ങനെ ഒരു മത്സര നിലയാണോ കേരളത്തിൽ? അല്ലല്ലല്ല. ഇവിടെ UDFും LDFും തന്നെയാണ് പ്രധാനമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ LDF ആണ് മികച്ച വിജയം കരസ്ഥമാക്കാൻ പോകുന്നത്. BJPക്ക് കനത്ത രീതിയിലുള്ള പുറകോട്ട് പോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയും ചെയ്യും. 2020 അപ്പോൾ നമുക്ക് അതിൽ ഈ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ നിലവിൽ ലഭ്യമായ എല്ലാ ഒഴിവുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പുരുഷ വനിതാ വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എന്നിവയ്ക്കായി ആകെ 5635 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പുരുഷ വിഭാഗത്തിനുള്ള റാങ്ക് പട്ടിക 13/4/2023 നിലവിൽ വന്നത്. ഈ വിഭാഗത്തിൽ 4325 ഒഴിവുകളും വനിതാ വിഭാഗത്തിൽ 744 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി 557 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2017 ഉത്തരവ് പ്രകാരം പട്ടികവർഗ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കുന്നതിനുള്ള 396 തസ്തികകളും മുൻ റിക്രൂട്ട്മെൻറ്റിനെ തുടർന്നുണ്ടായ 31 ഒഴിവുകളും ഉൾപ്പെടുന്നു. 2023 ഉത്തരവ് പ്രകാരം 200 വനിതാ തസ്തികകൾ ഉൾപ്പെടെ 1400 താൽക്കാലിക പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി തസ്തികകൾ 23/8/2023 ഒരു വർഷത്തേക്ക് സൃഷ്ടിച്ചു. ഇതേ തുടർന്ന്
1/6/2024 വരെ ഉണ്ടാകാവുന്ന ഒഴിവുകൾ കൂടി, ശ്രദ്ധിക്കണേ, ഇതിനെ തുടർന്ന് 1/6/2024 വരെ ഉണ്ടാകാവുന്ന ഒഴിവുകൾ കൂടി മുൻകൂറായി പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു. ഇതുവഴി 1400 തസ്തികകളിലേക്കുള്ള നിയമന ശുപാർശകളും മുൻകൂറായി ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 5/1/2024 ഉത്തരവ് പ്രകാരം സൈബർ ഡിവിഷൻ രൂപീകരിച്ചത് വഴിയുണ്ടായ 155 ഒഴിവുകളിലേക്കും നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നും 5279 നിയമന ശുപാർശകൾ ലഭിച്ചിട്ടുണ്ട്. നിയമന ശുപാർശ ലഭിക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത 3595 പേർ പരിശീലനം നേടി വരുന്നു. അവശേഷിക്കുന്ന നിയമന ശുപാർശകളിൽ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായി വരുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയിൽ വനിതാ വിഭാഗത്തിനുള്ള 50 ഒഴിവുകൾ ഉൾപ്പെടെ 356 ഒഴിവുകളിൽ നിയമന ശുപാർശയ്ക്കുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. അപ്പോൾ ആകാവുന്നതെല്ലാം, സാധ്യമായതെല്ലാം ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം.